മോർണിംഗ് വോയ്സ് എന്ന പ്രതിദിന വചനധ്യാന പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. നിദ്രയിൽ ഞാനായ നേരം ഭദ്രമായി എന്നെ പാലിച്ച സച്ചിദാത്മാവാം നിനക്കു സ്തോത്രം ചെയ്യുന്നനന്തം. സച്ചിദാത്മാവാം നിനക്കു സ്തോത്രം ചെയ്യുന്നനന്തം. ഇന്ന് നമ്മോട് ധ്യാനചിന്ത പങ്കുവയ്ക്കുന്നത് സുശേഷകൻ അശോക് കുമാർ തിടനാട്. പ്രാർത്ഥനയോടെ ശ്രവിച്ചാലും. ദൈവനാമത്തിന് മഹത്വം. മോർണിംഗ് വോയിസ് ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതുല്യ നാമത്തിൽ സ്നേഹ അഭിവാദനങ്ങൾ. ഇന്നത്തെ ധ്യാനത്തിന് ആധാരമായി ലൂക്കോസിൻ്റെ സുവിശേഷം 24 അധ്യായം 6 വാക്യം. ക്രിസ്തു ഇവിടെയില്ല, ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിനെ അടക്കം ചെയ്ത കല്ലറയുടെ അടുക്കിലേക്ക് ചില സഹോദരിമാർ കടന്നു ചെല്ലുന്നു. ഇത് കണ്ട ദൂതന്മാരുടെ പ്രഖ്യാപനമാണ് നാം ഇവിടെ വായിക്കുന്നത്. ലോകത്തിലെ നിരവധി മനുഷ്യർ കല്ലറയിൽ അടക്കം ചെയ്യപ്പെട്ടിട്ടുണ്ട്. തത്വചിന്തകന്മാർ, ചരിത്രകാരന്മാർ, മതസ്ഥാപകർ, ശാസ്ത്രജ്ഞന്മാർ, സാമൂഹിക സാംസ്കാരിക മേഖലയിലെ പ്രശസ്തർ, സ്വാതന്ത്ര്യ സമര സേനാനികൾ, രാജാക്കന്മാർ, സമ്രാട്ടുകൾ, ഏകഛത്രാധിപതികൾ, ഭരണകർത്താക്കൾ, സാമൂഹിക പരിഷ്കർത്താക്കൾ തുടങ്ങി നിരവധി പ്രമുഖരും സാധാരണക്കാരും ധനവാന്മാരും ദരിദ്രന്മാരും മരിച്ചു, അടക്കം ചെയ്യപ്പെട്ടു. എന്നാൽ അവരുടെ കല്ലറകൾ അടഞ്ഞുകിടക്കുന്നു. അവ മൂകമെങ്കിലും വാചാലമായി നമ്മെ പഠിപ്പിക്കുന്നു, നമുക്കും മരണമുണ്ട്. എന്നാൽ പാലസ്തീനിൽ തുറക്കപ്പെട്ട ഒരു കല്ലറ, അവിടെ അടക്കം ചെയ്തത് ലോകരക്ഷിതാവായ ക്രിസ്തുവിനെയാണ്. ഇതുപോലെ കഠിനമായ ശിക്ഷ അനുഭവിച്ച് ക്രൂശിക്കപ്പെട്ട് മരിച്ച ക്രിസ്തു, പറഞ്ഞതുപോലെ അടക്കം ചെയ്യപ്പെട്ട ക്രിസ്തു അവിടെ നിന്ന് ഉയർത്തെഴുന്നേറ്റു. ക്രിസ്തു മാത്രം മരണത്തെ ജയിച്ചെഴുന്നേറ്റു. സാക്ഷാൽ ദൈവം മനുഷ്യനായി വന്ന് മനുഷ്യൻ്റെ മരണത്തിനും ശിക്ഷയ്ക്കും കാരണമായ പാപത്തെ ഏറ്റെടുത്ത് നമുക്ക് പകരം മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. മരണപാശങ്ങൾക്ക് ക്രിസ്തുവിനെ പിടിച്ചു വെക്കുന്നത് അസാധ്യം. ഇത് വിശ്വസിക്കുന്നവർക്ക് പാപമോചനവും സ്വർഗപ്രാപ്തിയും. ക്രിസ്തു ഏകസത്യദൈവം. ക്രിസ്തുവിന് തുല്യം ക്രിസ്തു മാത്രം. ഇതുപോലെ മറ്റൊരാൾ ഇല്ലാത്തതുകൊണ്ട് ക്രിസ്തുവിനെ മാത്രം വിശ്വസിച്ച് അനുസരിച്ച് ഉയർത്തെഴുന്നേറ്റവനെ മാത്രം അനുഗമിക്കാം. ഇതാ തുറക്കപ്പെട്ട കല്ലറ, ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു, എല്ലാ പ്രശ്നങ്ങളുടെയും പരിഹാരകൻ. ഈ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് പോയി. ക്രിസ്തുവിൻ്റെ പ്രഖ്യാപനം പിന്നീട്, ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശം ഉണ്ട്. ഈ ക്രിസ്തു സ്വർഗത്തിലേക്ക് പോകുകയും മനുഷ്യൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും, പ്രത്യേകിച്ച് മനുഷ്യൻ്റെ മരണവും നിത്യമായ നരകവും, അതിന് പൂർണ്ണമായ വ്യതിയാനം വരുത്തിക്കൊണ്ട്, പരിഹാരം വരുത്തിക്കൊണ്ട് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. ഒരിക്കൽ മനുഷ്യവർഗത്തിൻ്റെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ ലോകത്തിൽ വന്ന് ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് പോയ ക്രിസ്തു, ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു മടങ്ങി വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സംഭവിക്കുന്നത് എന്താണ്? തെസ്സലോനിക്കർക്ക് എഴുതിയ 1 ലേഖനം 4:16-17 വാക്യങ്ങൾ. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽക്കുവാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. വിശ്വസിക്കുന്നവരെ തന്റെ സന്നിധിയിലേക്ക് ചേർക്കുവാനാണ് ക്രിസ്തു വരുന്നത്. അപ്പോൾ ക്രിസ്തുവിനെ
വിശ്വസിക്കാത്തവരെ സംബന്ധിച്ച് എന്തായിരിക്കും സംഭവിക്കുവാൻ പോകുന്നത്? തെസ്സലോനിക്കർക്ക് എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായത്തിൽ അതിനുള്ള ഉത്തരം നൽകുന്നുണ്ട്. അതിൻ്റെ 5 മുതലുള്ള വാക്യങ്ങൾ വായിച്ചു വരുമ്പോൾ എന്താണ് സംഭവിക്കുവാൻ പോകുന്നത്? 7-ാം വാക്യം, നമ്മുടെ കർത്താവായ യേശുവിൻ്റെ സുവിശേഷം അനുസരിക്കാത്തവർക്കും ശിക്ഷയുണ്ട് എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു. സുവിശേഷം അനുസരിക്കാത്തവർ, 10-ാം വാക്യം, കർത്താവിൻ്റെ സന്നിധാനവും അവൻ്റെ വല്ലഭത്വത്തോടുകൂടിയ മഹത്വവും വിട്ടകന്ന് നിത്യനാശമെന്ന ശിക്ഷാവിധി അനുഭവിക്കും. അപ്പോൾ മടങ്ങി വരുന്ന സമയത്ത് ഒരിക്കൽ ക്രൂശിക്കപ്പെടുവാനാണ് ക്രിസ്തു വന്നതെങ്കിൽ ഇനി തന്നിൽ വിശ്വസിക്കാത്തവരെ ന്യായം വിധിക്കുവാൻ വരുന്ന ക്രിസ്തു, വിശ്വസിക്കുന്നവരെ തൻ്റെ അടുക്കലേക്ക് ചേർക്കുവാൻ വരുന്ന ക്രിസ്തു, ഈ ക്രിസ്തുവിനെ അംഗീകരിച്ച് വിശ്വസിച്ച് മുന്നേറാം, നിത്യശിക്ഷയിൽ നിന്ന് ഒഴിവായി ജീവിക്കാം. എന്നാൽ ഈ സത്യം പാലസ്തീനിൽ തുറക്കപ്പെട്ട ഒരു കല്ലറയിലൂടെ സ്വർഗത്തിലെ ദൈവം നമ്മുടെ മുമ്പാകെ വരച്ചു കാണിച്ചിട്ടും ചരിത്രപരമായ ആ വസ്തുത നമ്മുടെ മുമ്പാകെ ഉണ്ടായിട്ടും അതിനെ അവഗണിച്ച് മുന്നോട്ട് നീങ്ങിയാൽ വരുവാനുള്ളത് ഒരു ന്യായവിധിയല്ലാതെ മറ്റൊന്നില്ല എന്ന് ശക്തമായി ക്രിസ്തു പ്രഖ്യാപിക്കുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, വസ്തുനിഷ്ഠമായി കാര്യത്തെ വിലയിരുത്തി അംഗീകരിച്ച് മുൻപോട്ട് പോകുവാൻ ഏവരെയും കർത്താവ് സഹായിക്കട്ടെ. ക്രിസ്തു ഏക സത്യ ദൈവം. കർത്താവ് ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.